എന്താണ് ഇത്? ഞാൻ പോവുകയാണ്. നിനക്കെന്താ മാറ്റം കിട്ടിയോ? മാറ്റം വാങ്ങണം. ഓഹോ, അപ്പൊ നീ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയാണല്ലേ? എടാ, നിന്നെ പെണ്ണ് കെട്ടിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. എന്തിനാ പാവം പെൺകുട്ടിയെ വലയ്ക്കുന്നത്? എനിക്ക് കുട്ടികളുണ്ടാവില്ല. അത് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞതാണ്. കള്ളം, പെരുങ്കള്ളം. നിനക്ക് തോന്നുമ്പോ നീ ഓരോന്ന് പറയും. ഒരിക്കൽ പറഞ്ഞു നിനക്കൊരു കാമുകിയുണ്ടെന്ന്, പിന്നെ പറഞ്ഞു അവൾ മരിച്ചുപോയെന്ന്, ഇന്നാൾ പറഞ്ഞു അവളെ ആരോ കല്യാണം കഴിച്ചു കൊണ്ടുപോയെന്ന്. ഇപ്പൊ പുതിയ കഥ. നിനക്ക് വട്ടാണ്. ശരിയാണ്, ഒരു തരത്തിൽ എനിക്ക് വട്ടാണ്. പക്ഷേ അതിന് മരുന്നില്ല. മരുന്നൊക്കെ ഞാൻ ഉണ്ടാക്കാം. അവന്റെ ഒരു പുറപ്പാട്. ജോണി, എനിക്ക് പോണം, പോയേ തീരൂ. നീ പോകില്ല. നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്തൊരു ഗതികേടാണ്. ജോണി, ദയവീത് നീ എന്നെ ഒറ്റയ്ക്ക് വിടണം. നിന്റെ സ്നേഹം ഇന്ന് എനിക്കൊരു ശിക്ഷയാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക്... ജോണി, എന്താ ഇത്? വെറുതെ അല്ലടാ നിനക്ക് നിന്റെ കാമുകി നഷ്ടപ്പെട്ടത്. നിനക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. നീ ഒരു സാഡിസ്റ്റാണ്. സ്നേഹത്തിന് പകരം വേദന കൊടുക്കുന്ന ക്രൂരൻ. ജോണി, നീ പോകരുത്. പോ. യാത്ര ചോദിക്കാൻ എന്റെ അടുത്ത് വരരുത്. എന്തൊരു നാശമാണിത്. ഈ വീടിന് എന്ത് പറ്റി? എവിടെ പോയി വീട്ടിൽ സന്തോഷം മുഴുവനും? കണ്ണീരും കറുത്ത മുഖം കണ്ട് മടുത്തു. അമ്മേ, അമ്മേ, നിന്റെ കളി കുറച്ച് കൂടി പോകുന്നു. നീ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പലതും പറയണമെന്നുണ്ട്. അമ്മേ, അമ്മ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവൻ പോകാനിറങ്ങുന്നു. പോകുന്നെങ്കിൽ പോട്ടെ മോനെ. പോകണം എന്നുള്ളവരെ നമ്മൾ എന്തിനാ പറഞ്ഞു നിർത്തുന്നത്? ഓഹോ, അപ്പോ അമ്മയ്ക്ക് വളാണ് ഇഷ്ടമല്ലേ? മറ്റൊന്ന് ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്റെ കൂട്ടുകാരനോട് ഇവിടുന്ന് പോകാൻ ഞങ്ങൾ എന്തിനാ പറയുന്നത്? പിന്നെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പത്മിനി ചെയ്യുമോ? അയാൾ ഒരു ചെറിയ വട്ടനാണ് ഇച്ചായ. നിന്റെ സ്നേഹിതം മാത്രമല്ലേ അയാള്? അല്ലാതെ നമ്മളുമായിട്ട് രക്തബന്ധമൊന്നുമില്ലല്ലോ. അയാള് പോട്ടെ മോനെ. അമ്മയ്ക്കിത് പറയാൻ ഈ മകനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവനുണ്ടായതുകൊണ്ടാണമ്മേ. അന്ന് അവനെന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വാചകം അമ്മ ആരോട് പറയുമായിരുന്നു? നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അവൻ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. പത്മിനിക്കോ?
തോമച്ചായനോ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഞാൻ ഇച്ചായനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നത് എന്തിനാന്ന് വിചാരിച്ചതാ. ദൈവാനുഗ്രഹം കൊണ്ട് നീ നല്ലൊരു സ്ഥലത്തെത്തി. അപ്പം ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്നായിരിക്കും. അതല്ല, ജോണിയോട് കമ്പനിയിൽ പോയി ഇച്ചായനിരിക്കും. ഞാൻ അമ്മയെ വിളിക്കാം. എനിക്ക് വേണ്ടി കുറച്ചു ദിവസം കൂടെ കാക്കാൻ നിനക്ക് ക്ഷമയുണ്ടായില്ല. ഞങ്ങൾ സാധുക്കളാ മോനെ. ഒരു നല്ല കാര്യം വന്നു, അത് പത്മിനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായി, അത് നടന്നു. ഞാൻ വെറും ഒരു ബന്ധു. പത്മിനിക്ക് ഇതെങ്ങനെ സാധിച്ചു? അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. പിന്നെ അവൾ ഒരു പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നു. നിങ്ങളിപ്പോ പീലാത്തോസിനെ പോലെ കൈ കഴുകുകയാണ്. ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ജെയിംസ്. ജെയിംസ് ഇവിടെ? ഇവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്. എന്റെ സുഹൃത്തിന്റെ വീട്. ഞാനിപ്പോ ഇവിടെയാ. അത് വേണ്ടായിരുന്നു മോൻ. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? വരും. തോമസിനിരിക്കും. വരും. ജെയിംസിനെ തോമാസിനെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അയലോക്കമായിരുന്നില്ലേ? തോമാസിന്റെ വീട്ടിൽ നിന്നല്ലേ പത്മിനി പഠിച്ചത്? അതെ 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 അതെ. പക്ഷെ പത്മിനി ഹൈസ്കൂളിലും ജെയിംസ് കോളേജിലുമായിരുന്നു. ഞങ്ങൾ ജെയിംസിന്റെ കാര്യം പറയുകയായിരുന്നു. നിങ്ങൾ അയൽവക്കമാണല്ലോ. അമ്മായിക്കൊക്കെ സുഖമല്ലേ? ആ, ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ജാൻസി കോളേജിൽ അയച്ചില്ലല്ലേ? എങ്ങനെ അയക്കാനാ മോളെ? ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടാൻ പാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടെന്തിനാ? പഠിച്ച ആമ്പിള്ളേർക്ക് തന്നെ ജോലിയില്ല. ശരിയാ. ജോണി വരാൻ വൈകുമല്ലേ? ഒന്ന് കണ്ടേച്ചു പോകായിരുന്നു. പത്നി, ജോണിക്കൊന്ന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ തോമാസിന് ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഉച്ചായി നാളെ പോയാ മതി. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തണം. മോള് ജോണി ഒന്ന് വിളിച്ചേ. ഹലോ പത്മിനി. നീ പറയും മുമ്പേ ഞാൻ പോകണമായിരുന്നു. ഇപ്പോഴും അവൻ എന്നെ വിടുന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ. എനിക്ക് കുറച്ച് ദിവസം കൂടെ തരൂ. നോ, ദിസ് ഇസ് റോങ് നമ്പർ. ആരാ മോളെ? എവിടെയോ തീ പിടിച്ചു. ഇത് ഫയർ സ്റ്റേഷൻ ആണോ എന്ന്? എങ്ങാണ്ടോ തീ പിടിച്ചോ, ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്റെ കണ്ണ് വല്ലാതെ ചുവന്നിരിക്കുന്നു. കരഞ്ഞതല്ല, നല്ല തലവേദന. എന്നിട്ട് വല്ല അനാഥന ആസ്പത്രി കഴിക്കാമായിരുന്നില്ലേ? ഇവിടെ അമ്മയില്ലേ? പത്മിനിയില്ലേ? നീ എന്താണ് ഒരുമാതിരി ഒരു ബന്ധമില്ലാത്ത പോലെ? പത്മിനി, പത്മിനി. ഇപ്പൊ അല്പം കുറവുണ്ട്. പത്മിനി, അവിടെ അനാഥന ആസ്പത്രി കാണും. കൊടുത്തിട്ടോ? എന്തിനാടാ അവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്കൊരു അസുഖം വന്നാൽ നിന്റെ അമ്മയും സഹോദരിയും ഒന്നും നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലേ? പത്മിനി, ഇങ്ങോട്ട് കൊടുക്ക്. ഞാൻ കഴിച്ചോളാം, അവിടെ വെച്ചാ മതി. വേണ്ട, ഇങ്ങോട്ട് കൊടുത്താ മതി. ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. എടാ, കഴിച്ചിട്ട് വാ, നമുക്ക് ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. വാ. അമ്മേ, ഞാനിപ്പോ വിശന്ന് ചാവും. എത്ര നേരമായി? ജോണിച്ചാനും പത്മിനി ചേച്ചി എവിടെ? അവരിപ്പോ വരും. വന്നു. നീ ജെയിംസിനെ വിളിച്ചില്ലേ? അവന് നല്ല തലവേദന. പത്മിനി, അവന് കുറച്ച് നല്ല ചായയും ബിസ്ക്കറ്റും കൊണ്ടേ കൊടുക്കും.
വീട്ടുകാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. എനിക്കതാണ് ഇഷ്ടം. ഞാൻ അനുസരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ജെയിംസിന്റെ ഇഷ്ടമല്ല എന്റെയും ഇഷ്ടം. അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ്. നമ്മൾ പുതിയ ആളുകളല്ലേ. എനിക്ക് എന്റെ ഇഷ്ടവും പത്മിനിക്ക് പത്മിനിയുടെ ഇഷ്ടവും ഉണ്ടാകണം. വേണ്ട, നമുക്ക് ആ പഴഞ്ചൻ ഏർപ്പാട് മതി. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുന്നതല്ലേ നല്ലത്. ലിസിയും ജെയിംസുമായുള്ള കല്യാണക്കാരി എന്തായി? അവനൊന്ന് വഴിക്കൊന്ന് കിട്ടണ്ടേ? ലിസിക്ക് വിരോധമൊന്നുമില്ല. ആ, എങ്ങനെയെങ്കിലും ഞാനൊന്ന് വഴിക്ക് കൊണ്ടുവരും, അത് തീർച്ച. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ജെയിംസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കഷ്ടമായിപ്പോയി. ലിസിയുടെ കാര്യവും കൊഴിയുകയാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥിയെ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. എന്തോ അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് അവനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇത് കേട്ടാ തോന്നും ജോണിച്ചാൻ മൂപ്പരെ നല്ലവണ്ണം അറിയാമെന്ന്. ആർക്കാരെയാണ് മോനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുക? അവനെ എനിക്ക് നന്നായി അറിയാം. കേട്ടോ മോളെ, നിന്റെ ഭർത്താവ് മണ്ടത്തരം പറയുന്നത്. നിന്നേക്കാളും 10-20 വർഷം കൂടുതൽ ജീവിച്ചവളല്ലേ ഞാന്. അമ്മ പറയുന്നതായിരിക്കും ശരിയാകാൻ എളുപ്പം, അല്ലേ മോളെ? പ്രായം കൊണ്ടാണ് ബുദ്ധി ഇളക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തെറ്റി വീട്ടിലെ മുത്തിയമ്മയെ വിളിക്കാം. ഓടിയിടുന്നു. അവന് കുട്ടികളുണ്ടാവില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, അതാണ് കാരണമെങ്കിൽ അമ്മ വിശ്വസിക്കരുത്. അവൻ കള്ളം പറയുകയാണ്. ആരാ കള്ളം പറയുന്നതെന്ന് ആർക്കറിയാം മോനെ. ഏതായാലും നമുക്ക് ഈ വിവാഹം വേണ്ട. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഏത് ഡോക്ടറാ പറഞ്ഞത്? ഡോക്ടറുടെ പേര് ഓർമ്മിക്കുന്നില്ല. പരിശോധിച്ച കടലാസുകൾ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല, കൈ നോക്കിയാ പറഞ്ഞത്. ഓഹോ, അപ്പോഴ് അങ്ങനെ ജോത്സ്യനായിരിക്കും. ആ, അദ്ദേഹം നല്ലൊരു പാമിസ്റ്റമാണ്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? ഡോക്ടർമാരൊക്കെ ജ്യോത്സ്യന്മാരുമാണ്. ഡോക്ടറോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞതെല്ലാം ഡോക്ടറോടും തുറന്നു പറയും. മനസ്സിലുള്ളത് തുറന്നു പറയുകയും. നമ്മൾ 3 പേരല്ലേ ഇവിടെ ഉള്ളൂ. മിസ്റ്റർ ജോണി മിസ്റ്റർ ജെയിംസിന്റെ ആത്മസുഹൃത്താണ്. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നോട് എന്തും പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡോക്ടർക്ക് എന്നെ കുറിച്ച് അറിയാവുന്നത് മാത്രമേ എനിക്കും എന്നെ കുറിച്ച് അറിയാവൂ. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ, അതാണ് എനിക്കറിയേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് അതാണ്. നമുക്കത് കണ്ടുപിടിക്കാം. ഡോക്ടർക്ക് അതിന് കഴിയുമോ? കഴിയണ്ടേ? ഒരു മനഃശാസ്ത്രകാരൻ തീർച്ചയായും അത് അറിയണമല്ലോ. മിസ്റ്റർ ജോണി, ഒരാഴ്ച മിസ്റ്റർ ജെയിംസ് എന്റെ കൂടെ താമസിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ മാനസികമായി എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞാനൊരു രോഗിയല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ പറയുന്നത് നീ അനുസരിക്കും. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രയോജനം ഉണ്ടാകും എന്ന് തീരുമാനിച്ചിട്ടാണോ നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്? നമുക്ക് ശ്രമിക്കാം. റിസൾട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതാണ് നല്ലത്. ജെയിംസ് ഒരാഴ്ച ഇവിടെ താമസിക്കട്ടെ. ഞാനും പത്മിനിയും അമ്മയും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ! ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ താഴെ മുഴുവൻ കിടന്ന് അന്വേഷിക്കുകയായിരുന്നു.
കാര്യം? ചേച്ചി പടമുള്ള പുസ്തകമുണ്ടോ ചേച്ചി? നീ എന്റെ ജോലി വെച്ചിപ്പോ. ജെയിംസിന്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. ഞാൻ ഒരെണ്ണം വായിക്കാൻ എടുക്കുകയായിരുന്നു. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും.